ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവരുടെ ലൈഫിൽ സംഭവിച്ചത്, വിള്ളലുണ്ടായത്, അവരുടെ ലൈഫ് എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് നോക്കിയപ്പോൾ കിട്ടിയ 2 കാർഡുകളാണ് ദ എംപറർ ആൻഡ് ദ കിങ്. ദ എംപറർ ആൻഡ് ദ കിങ് ഓഫ് ദ സോഡ്. ദ ലവേഴ്സ് എന്ന കാർഡ് അതിനെ കണക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ദ എംപറിൻ്റെ സ്ഥാനത്തായിരിക്കണം. അതായത് അദ്ദേഹത്തിന് കുറച്ച് അധികാരവും പവറും, ഞാനാണ് പവറുള്ള വ്യക്തി, എന്നെ അനുസരിക്കണം, ഞാൻ പറഞ്ഞതേ കേൾക്കാവുള്ളൂ എന്നൊരു ചിന്താഗതിയുള്ള ആളും, കുറച്ച് ബുദ്ധിയുള്ള ആളും, അത് മറ്റുള്ളവർ പറഞ്ഞേൽപ്പിക്കാൻ തന്ത്രപ്പെടുന്ന ആളും. അതായത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കത്തില്ല, ഞാൻ പറയുന്നതെല്ലാവരും കേട്ടോളണം എന്നുള്ളതും, എന്ത് കാര്യവും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയും അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു ഹസ്ബൻഡിൻ്റേത്. നിങ്ങളാകട്ടെ, നിങ്ങളും അതിൻ്റെ മറ്റൊരു വശമാണ്. വളരെ എക്സ്പീരിയൻസും അറിവും പക്വതയും കഴിവുമുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ എല്ലാം കേട്ടുകൊള്ളണം, അനുസരിച്ചോളണം, ഏതാണ് അദ്ദേഹത്തിൻ്റെ റോള്. നിങ്ങളുടെയൊക്കെ യാതൊരു പരിഗണനയും തരാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതായത് നിങ്ങൾ പറഞ്ഞ വാക്ക് കേൾക്കാനോ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുണ്ട് അത് അംഗീകരിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഈ 2 വിഷയത്തിൽ കാണുന്നിട്ട് തോന്നുന്നത്, മറ്റ് വിഷയങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഇത് റെസനേറ്റ് ചെയ്തവർ മാത്രം ഇത് കാണുക. മറ്റുള്ളവർ, അതായത് ഇത് കാണുന്നവർക്ക് അതായിരിക്കും വിഷയം വരുന്നത്. അങ്ങനെയാണല്ലോ യൂണിവേഴ്സ് ചെയ്യുന്നത്. നിങ്ങളിത് കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയം ഇതായിരിക്കും, അതല്ലെങ്കിൽ കാണത്തുമില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് റെസനേറ്റ് ആണെങ്കിൽ അത് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായും ആ വ്യക്തിയെ കൊണ്ടുവരാവുന്നതാണ്. അല്പം അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകുക, അത്രയേ ഉള്ളൂ. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായാലേ ഓക്കെ ആവും.